കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എല്ലാം മാറ്റി വെച്ച് ഇനി ആകെ കൂടി ഒരു ദിവസമല്ല എല്ലാം കൂടി ചെയ്യാനായിട്ട്. രാവിലെ തന്നെ ഉഷാറായിട്ട് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ അനിയനും കൂടി വീടിൻ്റെ മുകളിൽ കുറേ റംബൂട്ടാനൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. ഇത് രണ്ടാമത്തെ തവണയായിട്ട് ഇതിലുണ്ടാവണേ. കഴിഞ്ഞ വർഷമാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായത്. അന്ന് ആകെ 5-6 ഉണ്ടായുള്ളൂ. അതൊക്കെ കൂടി അണ്ണാൻ കൊണ്ടുപോവുകയും ചെയ്തു. ഈ തവണ അൽഹംദുലില്ലാ അത്യാവശ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ സംഭവം വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ കഴിച്ച് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ ബേബീസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കുറച്ച് പേര് എടുത്തുകൊണ്ട് നടന്നില്ലെങ്കിൽ നല്ല കരച്ചിലായിരിക്കും. അങ്ങനെ അവനെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഡ്രസ്സൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. മെഹന്തി ഇട്ട ദിവസം രാത്രി എല്ലാവരും സാരി ആയിരുന്നു കൊടുക്കണേ. എല്ലാ കസിൻസിനും സാരിയൊക്കെ സെറ്റായിട്ടുണ്ടായി. എനിക്ക് പട്ട് സാരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഒരു കസിൻ്റെ സാരിയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയൺ ചെയ്തതിന് ശേഷം കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ സ്കൂളിൽ ഉമ്മച്ചിക്ക് ഒരു മീറ്റിങ്ങിന് പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആളെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടിയിട്ട് പുള്ളിയൊക്കെ കുറച്ച് ഡ്രസ്സും ഷൂ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ പോയത് ബ്രൈഡിനെ കാണാനാണ് കേട്ടോ. അവർക്ക് രാവിലെ മെഹന്തി ഇട്ട് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇത്രയും നേരമായിട്ട് അത് പോകാൻ വേണ്ടി പറ്റിയില്ല. തിരക്ക് കാരണം എൻ്റെ കയ്യിലും മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബേബീസിനെയൊക്കെ വേഗം ഉറക്കിക്കെടുത്തിട്ട് ഞാൻ മെഹന്തി ഇട്ട് തുടങ്ങി. പക്ഷേ തീരുന്നതിന് മുന്നേ ഒരാൾ എണീറ്റ് കരച്ചിൽ തുടങ്ങി. പിന്നെ അവനെ എടുത്ത് വെച്ചുകൊണ്ടാണ് ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. വേഗം ഇട്ട് തീരാൻ വേണ്ടിയിട്ട് ഞാൻ അറബിക് സ്റ്റൈലാണ് മെഹന്തി ഇട്ടത്. പക്ഷേ ഇട്ട് ഒരുപാട് നേരമൊന്നും എനിക്ക് വച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അടുത്ത ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. പിന്നെ അത് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി.